ഞാൻ മരണത്തെ ഒരിക്കൽ പോലും പേടിച്ചിട്ടില്ല. നിന്റെ അമ്മയോടൊപ്പം ഞാനും പോകേണ്ടതായിരുന്നു. എന്നാൽ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ ജനങ്ങൾ. അവരെക്കുറിച്ച് ഓർത്തിട്ടായിരുന്നു ഞാൻ പോലീസിൽ സറണ്ടർ ആകാതെ ഒളിച്ച് ജീവിക്കുന്നത്. അത് വേണ്ട അച്ഛാ, അച്ഛൻ എൻ്റെ കൂടെ തന്നെ വരണം. എങ്ങോട്ട് പോകാനാ നീ പറയുന്നത്? ഇതൊറ്റയടിപ്പാതയാ. തിരിച്ചു പോകുന്നത് ജീവൻ മാത്ര. ഒരു പ്രാവശ്യം നമുക്ക് അവസരം ഒത്തുകിട്ടിയ ഒന്നുകിൽ തകർക്കും, അല്ലെങ്കിൽ രക്ഷിക്കും. മറ്റൊന്നും സംഭവിക്കില്ല. ഇങ്ങനൊരു ദിവസം നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല. നീ ഇത് മറന്നേക്ക്. തിരിച്ചു പോകാൻ നോക്ക്. അച്ഛൻ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന ഒരേ ഒരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ഇത്ര വർഷമായിട്ട് അവിടെ. ഞാൻ പോകുന്നില്ല അച്ഛാ, തിരിച്ചിനി അവിടേക്കില്ല. ഈ ജീവിതം നിനക്ക് വേണ്ട വിശ്വ. ഇതെന്നോടൊപ്പം തീരണം. നീ പൊയ്ക്കോ. തിരിച്ചു പോയി വിവാഹം കഴിക്കണം. സന്തോഷമായിട്ട് ജീവിക്കണം. ഒരച്ഛൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം. ചേട്ടാ, ആ അച്ഛനും മോളും നമ്മളെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ തിരിച്ചു പോവുക. ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ ഹോട്ടലിൽ താമസിക്കുക. ഏതു ഹോട്ടലില്ല? വേണ്ട ചേട്ടാ, ചുറ്റുപാടുകൾ അത്ര ശരിയല്ല. പോലീസുകാരും നിങ്ങളെല്ലാവരും കൂടി വന്ന പ്രശ്നമാവും. ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. ചേട്ടാ, ഇതെന്റെ മോന്റെ ജീവിതമാണ്. അച്ഛാ, ഇത് മീര. ഞാനിവിടെ രാമുമായിട്ടല്ല വന്നിരിക്കുന്നേ, വിഷുവിൻ്റെ അച്ഛനായിട്ടാ. ടൈമേ, മോൾ റെഡിയോ? ടാക്സി പോരും, പെട്ടെന്ന് പാക്ക് ചെയ്യണം. പുറപ്പെട്ടോളൂ. എൻ്റെ മകനെയും കൂട്ടിയിട്ട് പുറപ്പെട്ടോളൂ. നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതമാണ്. അതിൽ വിഷുവിന് പങ്കില്ല. ഞാൻ കാരണം എൻ്റെ മോനെ ഉപേക്ഷിക്കരുത്. അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛൻ ആരുടെ മുന്നിലും വേണ്ട അച്ഛാ. അല്ല വിശ്വ, ഇത് നടക്കണം. സാർ, ഞാൻ ചെയ്ത തെറ്റിന് എൻ്റെ മോനെ ശിക്ഷിക്കും. We are from Crime Branch. ഡാൻസ് ടീമിൽ ജോയിൻ ചെയ്തോട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അമ്മയുടെ സ്ഥാനത്തേക്ക് വന്നോട്ടെ. അച്ഛാ, അച്ഛാ, താങ്ക് യു. താലേലോ
മിസ്റ്റർ വിശ്വ, എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് നിന്റെ അച്ഛൻ അയാളുടെ ഏരിയയിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നിന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വരുത്തി അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള കരുക്കൾ നീക്കിയത്. ഐ എം സോറി. പ്രധാന വാർത്തകൾ. പോലീസ് കസ്റ്റഡിയിലായിരുന്ന മിസ്റ്റർ രാമു കൊല്ലപ്പെട്ടതിനാൽ ജനങ്ങളും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നു. ജനങ്ങൾ രോഷാകുലരായി പോലീസ് സ്റ്റേഷന് തീവെച്ചു. മുംബൈ സിറ്റിയിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. ഇതുകൊണ്ട് ജനജീവിതമാകെ അവിടെ സ്തംഭിച്ചിരിക്കുകയാണ്. കരയാതിരിക്കുമേ. പോലീസാണ് പ്ലാൻ ചെയ്ത് രാമുവിനെ കൊന്നു പറയുന്നു. देखा जैसे देख रहे हैं आप लोग अन्ना मर्डर प्लान में ये शहर में काफी हल्ला मचा दिया है. काफी आप जैसा बोल रहे हैं ऐसा नहीं हो सकता. ഇപ്പോ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? രാമുവിനെ കൊന്നത് ആരാണ്? അവർക്ക് പിന്നിൽ ആരുടെ കൈയാണ്? ഈ കേസ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുവാനുള്ള ഓർഡർ തരണം. മീര, ചെറിയ പ്രായമാ, അതിന്റെ എടുത്തുചാട്ടോ ഇത്. ഇതൊരു സിസ്റ്റമാ. ഈ സിസ്റ്റത്തിൽ നമ്മൾ മാത്രമല്ല, രാഷ്ട്രീയക്കാരുണ്ട്, ക്രിമിനൽസും ഉണ്ട്. കുറ്റം കണ്ടുപിടിക്കുന്നതിനാണ് പോലീസിനെ നിയമിച്ചിരിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്താലോ? പിന്നെന്തിനാണ് സാർ ഈ ലോ ആൻഡ് ഓർഡർ എല്ലാം? ഞാനും ആദ്യമായി പോലീസ് യൂണിഫോം അണിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. എല്ലാത്തിനെയും എതിർക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു മാറ്റവും സംഭവിച്ചില്ല. അവസാനം മാറിയത് ഞാനാ. എനിക്കങ്ങനെ മാറാൻ കഴിയില്ല സാർ. അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ എനിക്കൊരു മനസ്സുമാറ്റം തോന്നിയാൽ പിന്നീട് ഞാൻ ഈ ജോലിയിൽ ഇരിക്കില്ല സാർ. ആജ് സെ മുംബൈ മേരി. എന്റെ 25 വർഷത്തെ തപസ് എന്റെ അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. രാഷ്ട്രീയക്കാരോട് കളിച്ചാൽ എന്താ സംഭവിക്കുകയെന്ന് രാമൻകുട്ടിയെ പോലുള്ളവർക്ക് മനസ്സിലാവും. ഭീമ, ഇനി നീയാണ് ഇവിടുത്തെ എല്ലാം. എല്ലാ ഇടപാടുകളും അവനവന്റെ കൺട്രോളിലാക്കി. ഭീമയെ എതിർത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ചേട്ടനുണ്ടായിരുന്നവരെ ഞങ്ങൾ സുരക്ഷിതരായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഞാനുണ്ട്. അനിയ, നിങ്ങൾ തുടക്കക്കാരനാ. ഭീമയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിന്റെ അച്ഛനെ പോലും അവൻ കൊന്നു. പിന്നെ നമ്മുടെ കാര്യം പറയാനുണ്ടോ? നിങ്ങളെ വിശ്വസിച്ച് അവര് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്?
അവൻ ഒരുക്കമാണെന്ന് പറഞ്ഞില്ലേ? ചുമ്മാ വെറുതെ. ഇങ്ങനെ പേടിച്ചാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. അനിയ, നിന്നെ എനിക്ക് വിശ്വാസമാ. വിശ്വാസമില്ലാത്തവർ പോയിക്കോട്ടെ. ഇത് നിനക്ക് പറ്റിയ പണിയല്ല. ഈ ലോകം വേറെയാ. നടക്കേണ്ട കാര്യങ്ങൾ നടന്നേ തീരൂ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ അത് മാറില്ല. ആവശ്യമില്ലാതെ മനസ്സിലോരോന്നും വിചാരിച്ച് നീ അച്ഛൻ്റെ മരണത്തിന് കാരണമായത് ആരാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് എനിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. നീ പറയുന്ന നിയമം അവരുടെ കയ്യിലാണുള്ളത്. അത് വെച്ചുകൊണ്ടല്ല ചേട്ടനെ കൊന്നവരോട് എങ്ങനെ പകരം ചോദിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ചേട്ടാ, ടിക്കറ്റ്. നിനക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റ്. ദയവ് ചെയ്ത് പോയിക്കോളൂ. ഞങ്ങൾക്ക് നിന്നെ നഷ്ടപ്പെടുത്താനാവില്ല. ഇതെൻ്റെ തീരുമാനമല്ല, ചേട്ടൻ്റെ കൂടെ തീരുമാനമാണ്. മുകുന്ദ, എയർപോർട്ടിലേക്ക് ഇതല്ലാതെ വേറെ വഴിയുണ്ടോ? ഇത് തന്നെയാ വഴി. ഇപ്പൊ സിഗ്നൽ ഇടും, നമുക്ക് പോകാം. വിശ്വ പറയുന്ന കേൾക്ക്. വേണ്ട വിശ്വ, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട. നിന്റെ മരണം മറ്റുള്ളവർക്കൊരു പാഠമായി തീരട്ടെ. ഇനി മുതൽ മുംബൈയിൽ ഭീമയെ എതിർക്കാം. ആരെങ്കിലും മുമ്പോട്ട് വന്ന് അവനെ കണ്ടു. വിശ്വ, ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് പോകാം.